ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് വാവയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുക കേട്ടോ. ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ. അവൾക്കറിയത്തില്ല നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാന്ന്. അവിടെ പോവാ. എവിടെ പോവാ നമ്മൾ? കാറ്റ് പോവല്ല, ബിരിയാണി കഴിക്കാൻ പോവല്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ. വേനെടുക്കും കേട്ടോ. കരയുവോ? ടാറ്റാ ടാറ്റാ ടാറ്റാ. വെയിലില്ല ഗൈസ്, അതുകൊണ്ട് സുഖമാണ് നടക്കാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ മെയിൻ റോഡ് വരുന്നത്. ഞങ്ങൾക്ക് എന്തായാലും ഒരു ഓട്ടോ പിടിക്കണം. അത്യാവശ്യം തിരക്കുള്ള ജംഗ്ഷൻ തന്നെയാണിത്. ജംഗ്ഷൻ വരുന്ന ഇവിടെയല്ല. അതെ, നമുക്കിപ്പോൾ എന്തായാലും ഒരു വണ്ടി കിട്ടും. ജംഗ്ഷൻ വരുന്നത് അവിടെയാണ് ഓട്ടോ ഒക്കെ കിടക്കുന്നത്. പിന്നെ ഇവിടെയെന്ന് പറയുമ്പോൾ ഒരു ഓട്ടോ റിപ്പയർ ചെയ്യുന്നൊരു ഷോപ്പാണ്. അതാണ് ഇവിടെ ഓട്ടോ കിടക്കുന്നത്. നമുക്കെന്തായാലും ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മംഗലത്തോട്ടാണ് പോകുന്നത്. അവിടെ ചെറിയൊരു ക്ലിനിക്കുണ്ട്. അപ്പോൾ നമ്മുടെ പരിസരം അവിടെ ആയതുകൊണ്ട് നമ്മളെന്തായാലും അവിടെ പോയാണ് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഓട്ടോയിൽ കയറാം. ഓട്ടോയിലിരിക്കുവാണ് ഗൈസ്. അപ്പോൾ ഓട്ടോയിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വിചാരം ഞങ്ങളെപ്പോഴും കറങ്ങാൻ പോകും എന്നും പറഞ്ഞിരിക്കുവാണ്. കാരണം ഇതുവരെ അവൾക്ക് ഞങ്ങൾ 1.5 മാസമായപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. ജനിച്ച ഉടനെ ഒരെണ്ണം എടുത്തായിരുന്നു. പിന്നെ 1.5 മാസം, പിന്നെ 3 മാസമായപ്പോൾ എടുത്തായിരുന്നു. പിന്നെ ഇപ്പോൾ എടുക്കുന്നത് 9-ാം മാസത്തിലാണ്. 9-ാം മാസം എന്ന് പറയുമ്പോൾ 9-ാം മാസം ഇപ്പോൾ കഴിയാറായി. അപ്പോഴാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ തിരിച്ചറിവ് കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അവർക്ക് 3 ഇഞ്ചക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. 2 കയ്യിലും ഓരോന്നും, പിന്നെ കാലിലും ഒരെണ്ണമാണ് എടുക്കുന്നത്. പാവം ഒന്നും അറിയാണ്ടിരിക്കുകയാണ് ഗൈസ്. ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് ഇവിടെ നിൽക്കേണ്ടി വരും. ട്രെയിൻ വരുന്നു. നല്ല ദാഹമുണ്ടായെന്ന് തോന്നുന്നു. കുടിച്ചോ. എൻ്റെ ചേട്ടന്മാർക്ക് സ്കൂളിൽ നിന്ന് പോകുന്നു. അവർക്കൊന്നും ക്ലാസ് ഇല്ലേ? സമരമാണ്. അതെ. എന്താ ഉടുപ്പില്? അയ്യോ, അങ്ങനെ ചെയ്യില്ല. അത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ മറ്റേ സ്റ്റാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. സ്റ്റാർ എന്തുവാ? കാക്കയാണോ? ഞാൻ മംഗലം പാട്ടിന്റെ അവിടെ കാണാം. അങ്ങനെയാണ്
പോവാ ഇൻഷൻ എടുക്കാൻ പോവാണേ. പപ്പാടെ വണ്ടി അവിടെ നോക്കുക. ഇപ്പത്തെ സൈഡിൽ കൂടി വണ്ടി വരുന്നുണ്ടോ? പിന്നെ ചീട്ടെടുക്കാൻ നിൽക്കുകയാണ്. പ്രാവ് നമ്മൾ പ്രാവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര സന്തോഷം. പ്രാവി എന്തുവാ? സഞ്ജു 9 മാസം. 9 മാസം പൂർത്തിയായ 9 മാസം കഴിഞ്ഞു. ഈ അടുത്ത ഒക്ടോബർ 11 10 മാസമാവും. ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു 9 മാസം കഴിഞ്ഞ് 10ാം മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ വരാവുള്ളൂ. അടുത്ത നാളെ എടുക്കാം. അങ്ങനെയല്ലേ? ഒമ്പത് മാസം. നിൽക്കും പിടിച്ചില്ല. അങ്ങനെ അതിൽ ഇതുവരെ നോക്കിയിട്ടില്ല. ഞങ്ങൾ ചീട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഹൈറ്റും വെയിറ്റൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ വാവയുടെ എടുത്തപ്പോൾ എൻ്റെയും നോക്കി മമ്മിയുടെയും നോക്കി സെപ്പറേറ്റ് ചീട്ടെടുക്കണമായിരുന്നു. എൻ്റെ ഹൈറ്റ് വരുന്നത് 154 ആണ്. ഈ ഹൈറ്റും വെയിറ്റൊക്കെ നോക്കിയിട്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് മുൻപേ 2 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ OP ആണ് കൂടുതലും വരുന്നത്. ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത്. സെക്കൻഡ് ഡോസ് കൊടുക്കാൻ സെക്കൻഡ് ഡോസ് ഇപ്പോൾ കൊടുക്കണം. ഇനി അടുത്ത ഡേറ്റ് കൊടുക്കണം. വാവേ വാവേ വാവച്ചി എന്നാ കുഞ്ഞാപ്പി ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് നീ ഇങ്ങനെ കാണിക്കണം കേട്ടോ. വാവേ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുവാണോ?
ആണോ? ചേട്ടാന്ന് ഉടനെ അവൻ എന്റെ വാച്ച് കണ്ടു ആണോ? ഉടനെ വാച്ച് ലൈറ്റ് വെക്കുന്നു. ഹലോ ഗൈസ്, എനിക്കിവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം 2 കയ്യിലും 2 കാലിലും ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. നല്ല വരച്ചിലായിരുന്നു. പാടി തരം മണിക്കില്ല, പാടുണ്ട്. ഈ കയ്യിൽ കുറച്ച് ബ്ലഡ് അധികം പോയി. പിന്നെ ആ കൈയും 2 കാലുമാണ് എടുത്തത്. നല്ല കരച്ചിലായിരുന്നു. അവൾ ഇതുപോലെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. സങ്കടമായിപ്പോയി. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. ഇനി കുറച്ച് കൂടി കഴിയുമ്പോഴായിരിക്കും വേദന അറിയുന്നത്. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പം ആൾ ഹാപ്പിയാണ്. വീട്ടിൽ വരുന്നവരെ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം അവിടെ വെച്ച് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കാൻ കയറി കഴിഞ്ഞ് ഒരു കയ്യിൽ ആദ്യം ലെഫ്റ്റ് ഹാൻഡിൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കരച്ചിൽ തുടങ്ങി. പിന്നെ അവർ പിടിക്കുമ്പോൾ തന്നെ അവൾ കരയുമായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു കഴിച്ച്. ആവേ ഇഞ്ചക്ഷൻ എടുത്തോ? ഓ അതിങ്ങതാ മമ്മിക്ക് മമ്മിക്ക് പിടിച്ചോ വായിൽ വെക്കരുത്. മമ്മി എന്തായാലും കുറുക്കുണ്ടാക്കിയിട്ട് വരാം. ഡോക്ടർ പറഞ്ഞു കരിപ്പെട്ടി, അതായത് ശർക്കര ഇട്ട് കുറുക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പം എന്തായാലും ഇപ്പോൾ അവൾക്ക് എന്തായാലും മരുന്ന് കൊടുക്കണം. പാരസിറ്റമോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറുക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവൾക്ക് എന്തായാലും കുറുക്കുണ്ടാക്കി. റാഗിപ്പൊടിയും നമുക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയും പിന്നെ കുറച്ച് കരിപ്പെട്ടി ഇട്ടിട്ടാണ് ഇപ്പോൾ കുറുക്ക് ഇരിക്കുന്നത്. പിന്നെ കിവി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൾക്ക് എങ്ങനെ അത് മടുപ്പ് തോന്നുകയാണെങ്കിൽ ഫ്രൂട്ട്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ കുറുക്ക് കൊടുത്തപ്പോൾ കുറച്ച് കുടിച്ചായിരുന്നു. പിന്നെ ഞാൻ മരുന്ന് കൊടുത്തിട്ട് ഉറക്കി കിടത്തുകയാണ് ചെയ്തത്. അവൾക്ക് കമന്ന് കിടക്കാനാണ് ഇഷ്ടം. അത് അങ്ങനെ കംഫർട്ടായിട്ട് തോന്നുവാണെങ്കിൽ അതങ്ങനെ കിടന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവൾ ഉറങ്ങിക്കോട്ടെ ഗൈസ് എന്തായാലും.